തിരഞ്ഞെടുപ്പ് കാലം ആധ്യാത്മിക നവീകരണത്തിൻ്റെ കാലഘട്ടമാണ്. കർത്താവിൻ്റെ 40 ദിനരാത്രങ്ങളിലെ ഉപവസിച്ചുള്ള, പ്രാർത്ഥിച്ചുള്ള, ഏകാന്തതയിലുള്ള ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ടും അതിനെ അടിസ്ഥാനപ്പെടുത്തിയും ക്രിസ്തീയ അനുയായികളായിട്ടുള്ള വിശ്വാസികൾ തങ്ങളുടെ ആത്മാവിന് വേണ്ടതായ ഊർജം പകർന്നു കൊടുക്കുവാൻ പ്രാർത്ഥനയുടെയും തപശ്ചര്യകളുടെയും പരസ്നേഹ പ്രവൃത്തികളുടെയും ജീവിത വഴികളിലൂടെ ഈശോയുമായി കൂടുതൽ താതാത്മ്യപ്പെടാൻ പരിശ്രമിക്കുന്ന കാലഘട്ടവും കൂടിയാണ്. ഇതോട് ചേർത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ 14 വഴികളെ അനുസ്മരിച്ചും ധ്യാനിച്ചും കൊണ്ട് നടത്തുന്ന കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളും, ഒരുപക്ഷെ ഇത് കുറച്ചും കൂടി വൈവിധ്യമാകുമാറ് 14 ദേവാലയങ്ങൾ സന്ദർശിച്ച് കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളെ ഈ ദേവാലയങ്ങളിൽ പ്രാർത്ഥിച്ച് ആത്മീയ ഉണർവ് നേടി തിരിച്ചു വരുന്ന ദൈവജനവും ഇന്ന് സർവ്വസാധാരണമാണ്. കോട്ടപ്പടി പള്ളിയിൽ നിന്നും ഇത്തരത്തിൽ 14 പള്ളികളിലേക്കുള്ള ഒരു തീർത്ഥയാത്ര ഈ മാസം 8-ാം തീയതി നടക്കുകയാണ്. ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ലിസ്യു എന്നറിയപ്പെടുന്ന ഭരണങ്ങാനം പള്ളിയിൽ സന്ദർശനം ആരംഭിച്ച് തുടർന്ന് വിശുദ്ധ ഗീവർഗീസിൻ്റെ പ്രസിദ്ധമായ അരുവിത്തറ സെൻറ്റ് ജോർജ് ദേവാലയവും കേരള സഭയിലെ സീറോ മലബാർ സഭയിലെ അറിയപ്പെടുന്ന വിശുദ്ധ കുരിശിൻ്റെ തീർത്ഥാടന കേന്ദ്രമായ കപ്പാട് മാർസലീവ പള്ളിയും 12 അപ്പസ്തോലന്മാരുടെ പള്ളി എന്നറിയപ്പെടുന്ന ചെമ്മലമറ്റം പള്ളിയും പ്രസിദ്ധമായ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രലും കത്തീഡ്രൽ പള്ളിയുടെ ആദ്യകാല രൂപമായ അക്കരപ്പള്ളി എന്നറിയപ്പെടുന്ന സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമായ മരിയൻ പള്ളിയും അങ്ങനെ പ്രസിദ്ധമായ ചില പള്ളികൾ സന്ദർശിച്ച് അവസാനം തേവർപ്പറമ്പിൽ കുഞ്ഞച്ചൻ്റെ ജന്മനാടും വിശുദ്ധ അഗസ്തീനോസ് എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ രാമപുര പള്ളിയും ഒക്കെ സന്ദർശിച്ച് 14 ദേവാലയങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര സംഘടിപ്പിക്കുകയാണ് കോട്ടപ്പടി സെയിൻറ്റ് ലാസർ പള്ളി. 8 ബസ്സുകളിലായി ഏതാണ്ട് 400ഓളം വിശ്വാസികൾ വികാരിയച്ഛനോടൊപ്പം ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നു. ഈ തീർത്ഥയാത്ര പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥനയോടെ യാത്രയാക്കുന്ന ഇടവക ജനത്തിനുമൊക്കെ സമർപ്പിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അനേകർക്ക് ഇത് അനുഗ്രഹവും ദേവാലയങ്ങളെക്കുറിച്ചും വിവിധ രൂപതകളെക്കുറിച്ചുമൊക്കെയുള്ള നല്ല അറിവും ലഭിക്കുവാൻ ഇടവരുന്നു. പുണ്യസങ്കേതങ്ങൾ സന്ദർശിച്ച് ഇത്തരത്തിൽ ആത്മീയ നവീകരണം പ്രാപിക്കുവാനും ഈശോയുമായി താതാത്മ്യപ്പെട്ട് ഈശോയോട് ഐക്യപ്പെട്ട് നല്ല ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു വരുവാനും എല്ലാ വിശ്വാസികൾക്കും യാത്രക്കാർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.